ഹലോ ഫ്രണ്ട്സ്, ഇഗ്നോ ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് 2025 ജൂൺ സെക്ഷനിലെ എക്സാം രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ടായ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അസൈൻമെൻറ്റ് സബ്മിഷൻ എന്ന കാര്യത്തെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് കാർഡിൽ നമ്മുടെ 30% അസൈൻമെൻറ്റ് മാർക്കും 70% എക്സാം മാർക്കും കാൽക്കുലേഷൻ ആക്കിയിട്ടാണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സായി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്തോ അല്ലെങ്കിൽ ചെയ്യുമോ എന്ന് അവിടെ എസ് എന്ന ഒരു ഓപ്ഷൻ കൊടുക്കാനുണ്ട്. അപ്പോൾ അസൈൻമെൻറ്റ് സബ്മിഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കറൻ്റ്ലി വന്നിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് അസൈൻമെൻറ്റ് സബ്മിഷനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നത് മാർച്ച് 31 ആണ്. ഇപ്പോൾ കുറേ ആൾക്കുള്ള സംശയം ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല എക്സ്റ്റെൻഡ് ചെയ്തു എന്ന്. ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് മാർച്ച് 31 ആണ്. അതെന്തായാലും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഏപ്രിൽ 30 വരെ എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എപ്പോഴും ഇഗ്നോയിൽ ഏപ്രിൽ മെയ് വരെയൊക്കെ ഉണ്ടാവാറുണ്ട് അസൈൻമെൻറ്റ് സബ്മിഷൻ ഡേറ്റ് അത്രത്തോളം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മാർച്ച് ലാസ്റ്റ് അപ്പോഴൊക്കെ ഇഗ്നോ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വഴി അറിയിക്കുള്ളൂ. ഗൂഗിളിൽ ജസ്റ്റ് ഇഗ്നോ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഗ്രേഡ് കാർഡ്, അഡ്മിഷൻ സ്റ്റാറ്റസ്, എക്സാം ഫോം, റിസൾട്ട്, അസൈൻമെൻ്റ് ഒക്കെ ഓപ്ഷൻസ് കാണും. അതിൽ അസൈൻമെൻ്റ് എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഗ്നോയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിൻ്റെ ലിസ്റ്റ് കാണാൻ സാധിക്കും. മാസ്റ്റേഴ്സ് ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രി, PG, ഡിപ്ലോമ പ്രോഗ്രാംസ്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്. അതിൽ നമ്മളിപ്പോൾ MCOMൻ്റെ അസൈൻമെൻറ്റ് നോക്കാം. അതുകൊണ്ട് MCOM സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിൽ നമുക്ക് ഏത് മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ MCOM എടുക്കാം. MCOM സെലക്ട് ചെയ്തു. അതിൽ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ അസൈൻമെൻറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ അസൈൻമെൻറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അത് അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് വരും. അതിൽ ഡേറ്റ് ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഈ അസൈൻമെൻറ്റ് എത്ര വരെ വാലിഡ് ആയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഡേറ്റ് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. ആ വാലിഡ് ആയിട്ടുള്ള ഡേറ്റൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അസൈൻമെൻറ്റ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം വാലിഡിറ്റി കഴിഞ്ഞ അസൈൻമെൻറ്റ്സ് എഴുതിയിട്ട് ഒരു പ്രയോജനവുമില്ലാതെ ആ ഒരു അസൈൻമെൻറ്റിന് മാർക്കൊന്നും ലഭിക്കില്ല. അതിനാൽ തന്നെ വാലിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. വാലിഡിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അസൈൻമെൻറ്റ് എഴുതുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.